My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 315 എപ്പിസോഡിൽ ആൻറ്റിമോണിയം ക്രൂഡം എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസ് ആണ് ഇതിലുള്ളത്. ചൂടിൻ്റെ സവിശേഷമായ തരം ചൂടുകളുമായിട്ടുള്ളൊരു പ്രതികരണം, വ്യത്യസ്ത തരത്തിലുള്ള ചൂട് എങ്ങനെ ആൻറ്റി ക്രൂഡ് പേഷ്യൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, വൊമിറ്റിംഗ്, സവിശേഷമായൊരു ഛർദി, വയറിൻ്റെ പ്രശ്നങ്ങൾ, തലവേദന, എല്ലാം വളരെ സവിശേഷമായ രീതിയിൽ നാവിലൂടെ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ. അതേപോലെ ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ മറ്റൊരു താരതമ്യവും ഇവിടെ വരുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ദിസ് പേഷ്യൻ്റ് ഈസ് വേഴ്സ് അറ്റ് നൈറ്റ്, വേഴ്സ് ഇൻ ഡാം വെതർ, വേഴ്സ് ഫ്രം ഡാം കോൾഡ്, better from lying down quietly, better from applied heat, but much worse from overheating and from radiant heat and in a warm room. ചൂടുമായിട്ടുള്ള സവിശേഷമായൊരു ബന്ധം വരുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥ, രാത്രി രോഗിയുടെ സ്ഥിതി മോശമാകുന്നു. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ, ഈർപ്പവും തണുപ്പുമുള്ള കാലാവസ്ഥയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, സ്ഥിതി മോശമാകുന്നു. കിടക്കുന്നതുകൊണ്ട്, ശാന്തമായി കിടക്കുന്നതുകൊണ്ട് മെച്ചപ്പെടും. അപ്ലൈഡ് ഹീറ്റ്, ചൂട്, ഇപ്പോൾ ചൂട് ബാഗോ ഹോട്ട് ബാഗോ തുണിയോ എന്തെങ്കിലും കൊണ്ട് ശരീരത്തിൽ ചൂട് ഏൽപ്പിച്ചാൽ അതുകൊണ്ട് മെച്ചമുണ്ട്. പക്ഷേ അതേസമയം റേഡിയേഷൻ മൂലം, സൂര്യരശ്മികളിൽ നിന്നോ ഒരു തീക്കുണ്ടത്തിൽ നിന്നോ മുറി ചൂടാക്കുന്ന സംവിധാനങ്ങളിൽ നിന്നോ വികിരണം ചെയ്തു വരുന്ന, റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഹീറ്റ് ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥയെ മോശമാക്കും. ചൂടുള്ള മുറിയിലും സ്ഥിതി മോശമാകും. അതായത് ശരീരത്തോട് ചേർന്ന് ചൂട് സഞ്ചിയോ തുണിയോ വെച്ച്, അല്ലെങ്കിൽ കിഴി, മണ്ണ് കൊണ്ടുള്ള കിഴി അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്താൽ മാത്രമുള്ള ചൂട് കൊണ്ട് പേഷ്യൻറ്റിന് മെച്ചമുള്ളൂ. ബാക്കി എല്ലാത്തരം ചൂട് മുറിയും ആൾക്ക് കുഴപ്പമാണ്. മെനി ഓഫ് ദ സിംറ്റംസ് കം ഓൺ ഇൻ ദ സൺസ് റേസ് ആൻഡ് ഫ്രം ഹീറ്റ് ഓഫ് ആൻ ഓപ്പൺ ഗ്രേറ്റ്. സൂര്യപ്രകാശം കൊണ്ടുള്ള ചൂട്, ആ ചൂടും തുറന്ന ജനാല്, ഗ്രേറ്റ്, ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ ചെറുതായിട്ട് തുറക്കുന്ന ഈ വിൻസർ വിൻഡോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചരിഞ്ഞ പലകകൾ വെച്ചുള്ള ജനലുകളുണ്ട്. വേനൽക്കാലത്ത് അധികം ചൂട് കയറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പൺ ഗ്രേറ്റിങ്ങിൽ നിന്നും വരുന്ന ചൂട് കൊണ്ടും പ്രശ്നം വർദ്ധിക്കും. ദ ഓപ്പൺ ഫയർ ഈസ് വോളി അഗെയിൻസ്റ്റ് ആൻറ്റി ക്രൂഡ് പേഷ്യൻസ്. തീക്കുണ്ടത്തിനുള്ള ചൂടാണ് ഇയാൾക്ക് അങ്ങേയറ്റം കുഴപ്പമില്ല. തീക്കുണ്ടം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ ഫയർ പ്ലേസ് ഇവർക്ക് വലിയ പ്രശ്നമായിരിക്കും. എ ചൈൽഡ് വിത്ത് വൂപ്പിംഗ് ഓഫ് വിൽ കോഫ് മോർ ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ഫയർ. മുറിയിൽ തണുപ്പ് വരുമ്പോഴേക്കും കോൾഡ് ഡാം വെതറിൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് നിലങ്കാര ചുമ ഉണ്ടായി. ആ കുട്ടി മുറിയിലെ ഹീറ്റിംഗ് അപ്പാരറ്റസിലേക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, അപ്പോൾ മുഖത്തേക്ക് ചൂടടിക്കും, റേഡിയേറ്റഡ് ഹീറ്റ് വരും. അതുകൊണ്ട് കുട്ടിയുടെ പ്രശ്നം വളരെ മോശമാകും. Such things are queer. They are so strange that there is no philosophical hypothesis to explain them. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാം. ചൂടിന് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ. പക്ഷേ ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്റ്റഡ് ഹീറ്റും റേഡിയേറ്റഡ് ഹീറ്റും, ഒരു സ്ഥലത്ത് വേവ്സ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഈ വേവ്സ് ശരീരത്തിൽ പതിക്കുമ്പോൾ കണ്ടക്ഷൻ വഴി ഒരു സ്പർശനം കൊണ്ടുണ്ടാകുന്ന ചൂട് പോലെയല്ല വാസ്തവത്തിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. റൈസ് വന്നിട്ട് അതിലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഫയർ പ്ലേസ് തീക്കൊണ്ടൊക്കെയാണെങ്കിൽ അവിടെ ഇൻഫ്രാറെഡ് റേസ് ആണ്. സൂര്യനിൽ നിന്നാണെങ്കിൽ ചൂടാക്കുന്ന ഇൻഫ്രാറെഡ് കൂടാതെ ഇന്നത്തെ കാലത്ത് അൾട്രാവയലറ്റ് വരുന്നുണ്ട്. അപ്പോൾ റൈസ് പതിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വിചിത്രമായിട്ട് തോന്നാം, പക്ഷേ വാസ്തവത്തിൽ വിചിത്രമല്ല. നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനെ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹീറ്റ് റേഡിയേഷൻ കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു ഫിലോസഫിക്കൽ ഹൈപ്പോത്തിസിസ്, തത്വചിന്താപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. No theory that looks towards an explanation, but they are facts which we must accept. നമ്മൾ സ്വീകരിക്കേണ്ട വസ്തുതകളാണത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിന് ശേഷം നമുക്കത് വിശദീകരിക്കാനും പറ്റും. The whole gaudy nature of the case seems to change so suddenly that you wonder where the more exterior symptoms have gone to. For all at once in a night or a day, the patient comes to vomit, and you have persistent vomiting lasting days and weeks until the gouty symptoms come back into the extremities. അപ്പോൾ എക്സ്ട്രീമിറ്റീസിൽ
കൈകാലുകളിലും മറ്റുമൊക്കെ ഉണ്ടായ വാദസംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെയോ പോയി. അത് മെഡിസിനൽ ആപ്ലിക്കേഷൻ കൊണ്ടോ അങ്ങനെയുള്ള ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കൊണ്ടോ മറ്റൊക്കെ ആകാം. അത് പോയപ്പോഴേക്കും പകരം വന്നതാണ് നിലയ്ക്കാത്ത ഛർദി, രാപ്പകൽ ഛർദി, ഒരു തരത്തിലുമുള്ള ആശ്വാസം കിട്ടാത്ത തരത്തിലുള്ള ഛർദി. അപ്പോൾ അങ്ങനെ ഛർദിച്ച് അവസാനം ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അത് തിരിച്ചു വന്നാൽ അപ്പോഴേക്കും വയറ് ശരിയായി. അപ്പോൾ ആ സീറ്റ് മാറി, ആ രോഗഗ്രസ്തമായ ഡിറേഞ്ചഡായിട്ടുള്ള വൈറ്റാലിറ്റിയുടെ മാനിഫെസ്റ്റേഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി, മെറ്റാസ്റ്റാസിസ് അത് മാറി. There are catarrhal symptoms in the remedy, catarrh of the nose, stomach, rectum, etc. And an increased flow of mucus from any of these locations from drinking sour wine and from taking cold. നമ്മൾ നേരത്തെ കണ്ട പോലെ ചവർപ്പുള്ള വീഞ്ഞ് അത് കുടിക്കുകയോ തണുപ്പടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ നാടുഭാഷയിൽ പറയും കഫമിളകും, ചില സാധനങ്ങൾ കൊണ്ട് കഫമിളകും. ഇവിടെ ചവർപ്പുള്ള വീഞ്ഞ് അതുകൊണ്ടും തണുപ്പടിക്കുന്നതുകൊണ്ടും കഫത്തിൻ്റെ ഫ്ലോ എവിടെ നിന്നൊക്കെ മൂക്കിൽ നിന്നും വയറ്റിൽ നിന്നും മലാശയത്തിൽ നിന്നും ഒക്കെ കഫം വരാം. അപ്പോൾ ഈ സോർ വൈനിനെ ഞാനിപ്പോൾ ഈ ദിവസം അറിഞ്ഞതാണത് വിനാഗിരിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നൊരു അവസ്ഥ. വാസ്തവത്തിൽ അങ്ങനെയല്ല. വിനെഗർ അസറ്റിക് ആസിഡാണ്, അത് കുടിക്കാൻ ഉപയോഗിക്കില്ല. അത് വിവർത്തനത്തിനൊരു പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ബൈബിൾ ന്യൂ ടെസ്റ്റമെൻറ്റ്, അതിൻ്റെ വിവർത്തനത്തിൽ പോലും സോർ വൈനിനെ വിനെഗറെന്ന് തെറ്റിദ്ധരിച്ച് വിനാഗിരി, ചൊറുക്ക എന്നൊക്കെ വിവർത്തനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിനാഗിരിയും ചൊറുക്കയൊന്നും മനുഷ്യൻ കുടിക്കുന്ന സാധനമല്ല, അത് കുടിക്കാൻ പറ്റുകയുമില്ല. വല്ലാതെ അസ്വസ്ഥത ഉണ്ടാവും വയറിൽ, അസിഡിക്കാണ്. സോർ വൈൻ എന്ന് വെച്ചാൽ പുളിച്ച ഓക്സിഡേഷൻ സംഭവിച്ച് തുറന്ന് വെച്ച് സൂര്യപ്രകാശമൊക്കെ ഇട്ട് വെച്ച് പുളിച്ച വീഞ്ഞാണ്. വീഞ്ഞ് കുടിയന്മാർ പുളിച്ച വീഞ്ഞും കുടിക്കാം, വലിയ ക്വാണ്ടിറ്റി കുടിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പുളിച്ച വീഞ്ഞ് കുടിക്കാൻ ഞാൻ കുടിച്ചിട്ടുമുണ്ട്. എനിക്ക് വയറിന് കിടന്നുണ്ടായിട്ടില്ല, പക്ഷെ അധികം കുടിക്കാൻ പറ്റില്ല. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വീഞ്ഞിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലെ തെറ്റ് വന്നിട്ട് പുളിച്ചു പോകും. നമ്മൾ ധാരാളം മുന്തിരിയും പഞ്ചസാരയും അതും ഇതുമൊക്കെ വാങ്ങി പണച്ചിലവുള്ള കാര്യമാണ്, വെറുതെ കളയില്ല, കുടിച്ച് അങ്ങോട്ട് തീർക്കും. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ കെൻഡ് വിനാഗിരിക്ക് പകരം സോർ വൈൻ എന്നുള്ള പ്രയോഗമൊന്നും കെൻഡ് നടത്തുകയൊന്നുമില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും തെറ്റായ രീതിയിലൊരു പ്രബോധനത്തിന് അവിടെ പ്രസക്തിയില്ല. ഡിസ്ട്രസിങ് ഫീച്ചർ ഓഫ് ദ കാറ്ററർ ഈസ് ദ സ്റ്റഫിങ് ഓഫ് ദ നോസ് അറ്റ് നൈറ്റ്. അപ്പോൾ ഈ കാറ്ററൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വല്ലാതെ പ്രയാസം ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ രാത്രിയിൽ മൂക്കടഞ്ഞു പോകും. ആസ് സൂൺ ആസ് ഈ ഗെറ്റ് ഇൻ ടു എ ഓവർ ഹീറ്റഡ് റൂം, ചൂടാണോടെയും പ്രശ്നം, വല്ലാതെ ചൂടായ ഹീറ്റർ വെച്ച് ചൂടാക്കും, ഫയർ പ്ലേസ് വെച്ച് ചൂടാക്കും പണ്ട്. ഇന്നിപ്പോൾ ഓയിൽ ഹീറ്റിങ്ങും ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങും ഒക്കെ ഉണ്ട് വശാനടുകളിൽ. അപ്പം ചൂടത്തിന് കൂടിപ്പോയി, ആ ചൂടിലേക്ക് ആൻറ്റിമണിയും ക്ലോറും പേഷ്യൻ്റ് കയറി അയാളുടെ മൂക്കടഞ്ഞു പോയി, മുക്കപ്പടഞ്ഞു പോകും. ദ കൊറേസ ഹാസ് എ ടെൻഡൻസി ടു ബിക്കം ക്രോണിക്. അപ്പം ഇയാളുടെ ഈ കഫസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥായി ഭാവം ഉണ്ടാകാനുള്ള ഒരു പ്രവണതയുണ്ട്, ബിക്കോസ് ഓഫ് ദ ലോ ആൻഡ് ഫീബിൾ സർക്കുലേഷൻ ആൻഡ് ദ പുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഒരു അക്യൂട്ട് നേച്ചർ, ഒരു നിശിതമായ വന്ന് കടുത്ത് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി കഫസംബന്ധമായ പ്രശ്നങ്ങൾ സ്ഥായിയാകാൻ, ക്രോണിക്കാകാനുള്ള ടെൻഡൻസി ഉണ്ടാകാൻ കാരണം ആ രോഗിയുടെ സർക്കുലേഷൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അയാളുടെ അടിസ്ഥാനപരമായ അയാളുടെ ആരോഗ്യഘടന തന്നെ വളരെ ശോഷിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കഫപ്രശ്നങ്ങൾ സ്ഥായിയായി പോകുന്നത്. വെൻ ഇറ്റ് ബിക്കംസ് ക്രോണിക് ഇറ്റ് ഈസ് വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹെഡേക്സ്. അപ്പോൾ ഈ കാറ്ററൽ കണ്ടീഷൻസ് ക്രോണിക്കായി കഴിഞ്ഞാൽ അത് രാത്രി, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മൊഡാലിറ്റി വരുന്നത്. രാത്രി മോശമാകുന്നു, തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ആസ് ദ കാറ്ററർ സ്ലാക്കൻസ് അപ്പ് ആൻഡ് ബിക്കംസ് ഡ്രൈ ദ ഹെഡേക്ക് ബിക്കംസ് വേഴ്സ്. അപ്പോൾ മൂക്ക് ഇതൊക്കെ കഫമൊക്കെ പോയി ഡ്രൈ ആയി കഴിഞ്ഞാൽ, ആ ഒലിപ്പ് കുറഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ തലവേദന വർദ്ധിക്കും. അവിടെയാണ് അതിൻ്റെ ഒരു സ്ഥാനം മാറ്റം. ഹി ഹാസ് ന്യൂറോളജിയ ഇൻ ദ ഹെഡ്. തലയിൽ നാഡീസംബന്ധമായ ഭയങ്കര വേദന, ക്രഷിംഗ് പെയിൻസ്, തല ഞെരിക്കുന്ന പോലെ വേദന. ആൻഡ് ഡ്രെഡ്ഫുൾ സിക്നെസ് ഇൻ ദ സ്റ്റൊമക്ക് വിത്ത് വൊമിറ്റിംഗ്. വയറ്റിൽ വല്ലാതെയുള്ള പരിഭ്രമം, വിമ്മിഷ്ടം, ഒക്കാനും വരുന്നു. വാസ്തവത്തിൽ വിനാഗിരി കുടിച്ചാൽ, വിനെഗർ
അസിറ്റിക് ആസിഡ് അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രസിങ് വരും. അങ്ങനെ കുടിക്കാൻ സാധിക്കുകയുമില്ല. കുറച്ച് കുടിച്ചാൽ അപ്പോൾ നിർത്തും. വയറ് വല്ലാതെ, കാരണം ഞാനൊരിക്കൽ തെറ്റി കുടിച്ചു പോയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുമ്പോൾ തെറ്റി കുടിച്ചു പോയിട്ടുണ്ട് അബദ്ധത്തിൽ. വല്ലാതെ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തത്, വല്ലാത്ത പ്രശ്നങ്ങൾ. He often has a sick headaches and it will be called by the family a gastric sick headache. വയറ് സംബന്ധമായി ഉണ്ടാകുന്ന ഒരു തലവേദന ഇയാൾക്ക് പൊതുവെ ഉണ്ടാകും. കാരണം വയറ് കേടായ തലവേദന പലർക്കും വരും. അപ്പോൾ പൊതുവെ ആളുകൾ പറയും അവൻ്റെ വയറ് കേടായി തലവേദന വന്നു. അപ്പോൾ ഗ്യാസ്ട്രിക് സിക്ക് ഹെഡേക്ക്. ബട്ട് ദ കണ്ടീഷൻ ജസ്റ്റ് മെൻഷൻഡ് കംസ് ഓൺ ഫ്രം ടേക്കിംഗ് കോൾഡ്. പക്ഷേ തണുപ്പടിച്ചാലും ഈ പ്രശ്നം ഉണ്ടാകാം, അവിടെ ഉണ്ടാകാം, വയറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല. വിച്ച് സ്ലാക്സ് അപ്പ് ദ തിക്ക് ഡിസ്ചാർജ് ഇൻ ടു എ ഡ്രൈനസ് ഓഫ് ദ നോസ്. അപ്പോൾ തണുപ്പടിച്ചിട്ട് മൂക്കിൽ നിന്നുള്ള സ്രവം നിന്ന് അത് ഡ്രൈനസ് വരുന്നു, അപ്പോഴും തലവേദന ഉണ്ടാകാം. വെറുതെ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ പോരാ. ആൻഡ് ദ ഇൻഹേൽഡ് എയർ ബേൺസ് ദ നോസ് ലൈക്ക് ഫയർ. അങ്ങനെ മൂക്ക് വരണ്ട് കഴിഞ്ഞാൽ, തണുപ്പടിച്ച് വരണ്ട് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു കയറ്റുമ്പോൾ മൂക്ക് തീ കയറിയ പോലെ മൂക്ക് പൊള്ളും. സംടൈംസ് ദീസ് ട്രബിൾസ് പാസ് ഓഫ് ആഫ്റ്റർ ആൻ ഇൻറ്റൻസ് വോമിറ്റിംഗ് സ്പെൽ. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ വല്ലാതെ ഓക്കാനിച്ച് പോയി കഴിഞ്ഞാൽ, വയറ് ക്ലീൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറും. സംടൈംസ് ദേ ഡു നോട്ട്. ചിലപ്പോൾ അത് പോകുകയുമില്ല. ബട്ട് ദ ഹെഡേക്സ് മേ റിമെയിൻ ഫോർ ഡേയ്സ് നോട്ട് റിലീവ്ഡ് ബൈ വോമിറ്റിംഗ് ഓർ റിലീവ്ഡ് ഓൺലി ആഫ്റ്റർ പ്രൊലോങ്ഡ് വോമിറ്റിംഗ്. അപ്പം അങ്ങനെ ഛർദ്ദിച്ച് ദിവസങ്ങൾ ഈ തലവേദന നിൽക്കും, മാറില്ല. ചിലപ്പോൾ ഛർദ്ദിലിങ്ങനെ നീണ്ടു എന്നാൽ ചിലപ്പോൾ അത് പോയിരിക്കും. ദർ ആർ റെമഡീസ് ഫുൾ ഓഫ് ഹെഡേക്ക് ആൻഡ് ആസ് സൂൺ ആസ് ഹി വോമിറ്റ്സ് ഹി ഫീൽസ് ബെറ്റർ. ചില ഔഷധങ്ങളുണ്ട്, വല്ലാതെ തലവേദനയുണ്ട്, ഒന്ന് ഛർദ്ദിച്ചാൽ അത് അപ്പം തലവേദന മെച്ചമാകും. അങ്ങനെ ചില ഔഷധങ്ങളുണ്ട്. ബട്ട് ഇൻ ദിസ് റെമഡി ഹി വോമിറ്റ്സ് ലോങ്. ഈ മരുന്നിൻ്റെ കാര്യത്തിൽ അങ്ങനെ വെറുതെ ഒരു ഛർദ്ദിൽ കൊണ്ട് അങ്ങനെ വയറ് ക്ലിയറായി തലവേദന മാറുകയൊന്നുമില്ല. ആൻഡ് ബിക്കംസ് റിലാക്സ്ഡ് ആൻഡ് എക്സോസ്റ്റഡ്. റിലാക്സേഷൻ ഉണ്ടാകും, പക്ഷേ ആൾ തളർന്നും അത്രയ്ക്ക് ഛർദ്ദിക്കും. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ദ ഹെഡേക്ക് ഈസ് വേഴ്സ് മൂവിങ് അബൌട്ട്, വേഴ്സ് അറ്റ് നൈറ്റ്, ബെറ്റർ ഫ്രം ലൈയിങ് ഡൗൺ, ഫ്രം കീപ്പിംഗ് ക്വയറ്റ്, ബെറ്റർ ഇൻ ദ ഓപ്പൺ എയർ, വേഴ്സ് ഇൻ വാം റൂം, വേഴ്സ് ഫ്രം ഓവർ ഹീറ്റിംഗ്, വേഴ്സ് ഫ്രം റേഡിയേറ്റർ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ തലവേദനയുടെ മൊഡാലിറ്റീസ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്ന തലവേദന ഉണ്ടാകും. രാത്രി തലവേദന കൂടും. കിടക്കാൻ നേരത്തെ മെച്ചം വരും. വെറുതെ ശാന്തമായിരുന്നു കഴിഞ്ഞാൽ മെച്ചം വരും. തുറന്ന വായുവിൽ മെച്ചമാണ്. ചൂടുള്ള മുറിയിൽ ചെല്ലുമ്പോൾ കൂടും. വല്ലാതെ ശരീരം ചൂടായാലും കൂടും. അതെങ്ങനെയാണ്? റേഡിയേറ്റർ ഹീറ്റ് കൊണ്ട്, സൂര്യപ്രകാശമോ തീക്കൊണ്ടത്തിൽ നിന്നുള്ള ചൂട് കൊണ്ട്, അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് പോലും തലവേദന കൂടും. യു സീ നൗ ഹൗ ദ കാറ്റഗറി ദ ഹെഡേക്സ് ആർ ഗ്യാസ്ട്രിക് സിൻഡ്രോംസ് ആൾ ബിലോങ് ടുഗദർ. അപ്പോൾ ഈ തലവേദനയും വയറിൻ്റെ പ്രശ്നവും എല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുന്നൊരു സാഹചര്യം ആൻറ്റി ക്രൂഡിലുണ്ട്. അപ്പോൾ ഒന്ന് കുറഞ്ഞാൽ മറ്റത് കൂടും, അതൊന്ന് കൂടിയാൽ മറ്റത് കുറയും എന്നുള്ളതില്ല. ഇതെല്ലാം കൂടി ഒന്ന് നിൽക്കാം ആൻറ്റി ക്രൂഡിൽ. ഇറ്റ് ഈസ് ബിക്കോസ് ദ പേഷ്യൻ്റ് ഈസ് സിക്ക് ദാറ്റ് യു കനോട്ട് ടേക്ക് സിംറ്റംസ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഒരു പൊതുതത്വം പറയുന്നത്, പൊതുവെ ആൾ സിക്കാണ്, രോഗിയാണ്. അപ്പോൾ ഓരോ ലക്ഷണങ്ങളും മാറി എടുത്ത് വ്യത്യസ്തമായ വാട്ടർ റേറ്റ് കമ്പാരിസൺ എടുക്കാൻ പറ്റില്ല. എല്ലാത്തിനും പരസ്പരം ബന്ധമുണ്ടാകും. ആ ബന്ധം എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എന്താണെന്നനുസരിച്ചാണ് നമ്മൾ ഔഷധത്തിലേക്കുള്ള സൂചന വരുന്നത്. യു മസ്റ്റ് പ്രിസ്ക്രൈബ് ഫോർ ദ വോൾ മാൻ. ഉണ്ടോ? മൊത്തം ആൾക്ക് വേണ്ടിയാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ടോട്ടാലിറ്റിയാണ് പ്രധാനം. അല്ലാതെ വയറും തലയുമായിട്ട് ബന്ധമുണ്ടാകും, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തലവേദന മാറും, അങ്ങനെയുള്ള മുൻവിധികൾ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കേസ് എടുക്കാൻ പറ്റില്ല. ഇതേപോലുള്ള വളരെ ക്യൂർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഔഷധങ്ങളും നമുക്കുണ്ട്, മനുഷ്യ രോഗാവസ്ഥകളുണ്ട്. അവ തമ്മിൽ മാച്ച് ചെയ്തതാണ്. ദർ ഇസ് അനദർ ഫീച്ചർ ബിലോങ് ടു ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മ്യൂക്കസ് മെംബ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട്, ദീസ് മെംബ്രെയിൻസ് ഹാവ് എ ടെൻഡൻസി ത്രോ ഔട്ട് എ മിൽക്കി വൈറ്റ് എക്സ്യൂഡേഷൻ ഓർ ഡെപ്പോസിറ്റ് ആൻഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി നോട്ടീസ് അപ്പോൺ ദ ടങ്. ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നൊക്കെ വെളുത്ത നിറത്തിലുള്ള ഒരു സ്രവം, ഒരു ഡെപ്പോസിറ്റ് പുറത്തേക്ക് വരുന്നു. ഈ സ്രവം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. എന്നിട്ട് അത് പോയി അടിയുന്നത് നാവിലാണ്. നാവിലൊരു വെളുത്ത കോട്ടിങ് പോലെ കാണപ്പെടും. ദിസ് യു ഫൈൻഡ് ഇൻ ഓൾ ഡിസീസ് വേർ ദ റെമഡി ഈസ് ഇൻഡിക്കേറ്റഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആൻറ്റിക്രൂഡ് എവിടെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഈ നാവിലെ കോട്ടിംഗ് ഉണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയർ കോഴ്സ് കഴിയുന്ന സമയത്ത്, അവിടെ സബ് ജൂനിയറായിട്ട് വരുന്നൊരു പെൺകുട്ടി, ഇങ്ങനെ ഞാനോട്ടൊക്കെ ഞങ്ങൾ ബാച്ചിൽ വരും, ഞങ്ങളുടെ അടുത്തൊക്കെ വരും, എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. പല പ്രശ്നങ്ങളുണ്ട്. ചെറിയൊരു എഴുത്തുകാരിയൊക്കെ ആയിരുന്നു, അപ്പോൾ സാഹിത്യവാസനയൊക്കെ ഉണ്ട്. വേറെ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴേക്കും എൻ്റെ ബാച്ചിലുള്ളവർ പറഞ്ഞു,
ആൽബിയുമായിട്ടൊന്ന് സംസാരിക്കുക, എന്തെങ്കിലും വഴി പറഞ്ഞു തരും. ഞാൻ ഒരിക്കലും ഇരുന്ന് ഒരു കേസെടുത്തു. ശരിക്കും ഒരു കേസെടുക്കുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് ആൻറ്റി ക്രൂഡാണെന്ന് ഏതാണ്ട് എനിക്ക് ഉറപ്പായി. ഞാൻ അന്ന് തന്നെ രാത്രി ബാബുജിനടുത്ത് വന്നു, സംസാരിച്ചു, ആൻറ്റി ക്രൂഡാണ്. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റില്ലെന്ന് എൻ്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, പെൺകുട്ടികളാണെന്നെങ്കിലും അഗ്രവേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അവസാനം ഞാനൊരു പണി ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, ബാബുചേട്ടൻ പറഞ്ഞു കാലിമൂർ കൊടുത്തോ ബയോകെമിക്ക് 6X, അതാകുമ്പോൾ സേഫാണ്, അങ്ങനെ കൊടുക്കുക. ഒരാഴ്ച കൊടുത്ത് 2 ദിവസം ഗ്യാപ്പിട്ട് വീണ്ടും ഒരാഴ്ച കൊടുത്ത് അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ പല പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടായി. അപ്പോൾ നമുക്ക് ബയോകെമിക് തെറാപ്പിയുടെ ഒരു മഹത്വത്തിൻ്റെ ഒരു ലക്ഷണമായിരുന്നു അത്. എല്ലാ പ്രശ്നങ്ങളും മാറിയില്ല എങ്കിൽ നമുക്ക് പൊട്ടൻസി കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം അങ്ങനെ ചില സൂത്രപ്പണികൾ നമുക്ക് ചെയ്യാം. അത് ഈ വൈറ്റ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ വെച്ചാണ് നമ്മളത് എടുത്തത്. In the stomach disorders of the children, in gastric fevers, in complaints with fever and much vomiting, great irritation of the whole nervous system, and irritation of the stomach in typhoids, the tongue looks white. ഏതൊക്കെ സാഹചര്യങ്ങളാണ്? വയറിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളിൽ വയറിൻ്റെ പ്രശ്നങ്ങൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പനികൾ, പനിയും ഓക്കാനും ഛർദിലും വരുന്ന കേസുകൾ, മൊത്തം നെർവസ് സിസ്റ്റം നാഡീവ്യവസ്ഥയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ കേവലം ശാരീരികം മാത്രമല്ല, അങ്ങനെ വയറിനും കുഴപ്പമുണ്ടാകുന്നു. ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, വയറിന് പ്രശ്നമാണല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നാവ് വെളുത്തിരിക്കും. അപ്പോൾ ദ സ്ലൈറ്റ് പ്രൊവക്കേഷൻ ഹി വിൽ റച്ച് ആൻഡ് ഗാഗ്. ചെറിയൊരു പ്രകോപനം മതി, അല്ലാതെ ഇങ്ങനെ വയറ്റിലൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒക്കാനിച്ച് ബലം പിടിച്ച് ഛർദ്ദിക്കാൻ നോക്കും. എവറിത്തിങ് സീംസ് ടു ഡിസ്റ്റർബ് ഹിം. എന്ത് സാധനം അയാൾ ബുദ്ധിമുട്ടിക്കും. വയറിൽ എന്ത് കഴിച്ചാലും അയാൾക്ക് പ്രശ്നം ഉണ്ടാകും. ഹി ഹാസ് ലോത്തിങ് ഓഫ് ഫുഡ്. അങ്ങനെ വരുമ്പോഴേക്കും ലോത്തിങ് ഓഫ് ലൈഫിൻ്റെ ഒരു കൊറലറിയാണത്. ആഹാരത്തോട് വെറുപ്പ് അയാൾക്ക് വരുന്നു. എന്ത് കഴിച്ചാലും കുഴപ്പമാണ്. ആഹാരവും ജീവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ദ തോട്ട് ആൻഡ് സ്മെൽ ഓഫ് ഫുഡ് ഡിസ്റ്റർബ് ഹിം. അതിനെക്കുറിച്ച് ആഹാരത്തേക്കുള്ള ചിന്ത, അതിൻ്റെ ഗന്ധം, അടുക്കളയിൽ നിന്ന് വരുന്ന മണം, അതുപോലും അയാൾക്ക് പ്രശ്നം ഉണ്ടാകും. ദിസ് ഈസ് ലൈക്ക് ആഴ്സനിക്കം. ഇത് ആഴ്സനിക്കത്തോട് സമാനമാണ്. നമ്മൾ നേരത്തെ ആഴ്സനിക്കത്തോട് ഒരു സാദൃശ്യം കണ്ടു പ്രൊസ്ട്രേഷനിൽ. ഇവിടെ ആഹാരത്തിൻ്റെ മണമായിട്ടുള്ള റിയാക്ഷനിലും ആഴ്സനിക്കുമായിട്ട് സാദൃശ്യമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു ഔഷധമാണിത്. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തെറ്റായ പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകരുത്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും ഇതേപോലെ ശ്രദ്ധേയമായ നിരവധി ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കവ അടുത്ത മിക്കവാറും ഒരു എപ്പിസോഡ് നമുക്ക് തീർക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.